ഗൈസ് വെൽക്കം ബാക്ക് ടു പെറ്റ്ലാൻഡ് പേസ്റ്റ്. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ലവ്ലി വെൽക്കം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സാധാരണയായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ 2-3 മണിക്കൂർ മുൻപ് തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ ഈ ഒരു ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു ഈവനിങ് വ്ളോഗ് എടുത്താലോ എന്നൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അങ്ങനെ വേഗം പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം വന്ന് എടുത്താണ് ഈ ഒരു വീഡിയോ. എൻ്റെ ഒരു ഓർമ്മയിലൊരു 4:15 ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫസ്റ്റ് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ട്യൂസ്ഡേ എനിക്ക് സ്കൂളിൽ സയൻസിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ സയൻസ് സബ്ജക്റ്റിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ മൂണിനെക്കുറിച്ചും എർത്തിനെക്കുറിച്ചും മാത്രമല്ല സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റിനെ കുറിച്ചൊന്നും പഠിക്കാൻ ഇഷ്ടമില്ലാത്ത. എന്നാൽ ആ ചാപ്റ്ററാണ് ഇത് വന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചോളം ഈ പഠിക്കുന്ന ടൈമിൽ എനിക്ക് പതിയെ എനിക്ക് തലയിൽ കയറുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് ഫെബ്രുവരിയിൽ USS എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സയൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് പഠിക്കാറുണ്ട്. ഇനി ടൈം വളരെ കുറവാണ്. ഈ ബുക്ക് മുഴുവനായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, അതല്ലാണ്ട് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കണം. കറണ്ട് അഫയേഴ്സും അങ്ങനെയൊക്കെ അതൊക്കെ പഠിക്കാനുണ്ട്. എന്തായാലും ഇപ്പം നമുക്കിത് മതി. പിന്നെ ഞാൻ വിചാരിച്ചു സയൻസ് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. പിന്നെ USSൻ്റെത് അത് വേറെ ടൈം കിട്ടുമ്പോൾ പഠിക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വിശന്നപ്പോഴത്തേക്കും ഞാൻ ഒരു ലോട്ടു ചോക്കോപ്പൈൻ്റെ ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ കണ്ണിൽ മരുന്നൊഴിക്കണമായിരുന്നു. ഗ്ലാസ് വെച്ചതിന് ശേഷം 1 മാസത്തേക്ക് നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കണം. അതൊഴിച്ച് കുറച്ച് നേരം കണ്ടടച്ച് കുറച്ച് നേരം ഉറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്ക് എടുത്ത് വരയ്ക്കാൻ വിചാരിച്ചു. ബോറടിച്ചാൽ വരയ്ക്കണം, അതാണ് പണിയെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഞാൻ കുറച്ച് 3D ഇല്യൂഷൻ വരയ്ക്കാൻ നിറച്ചു. ഞാൻ അതിന് മുമ്പ് തന്നെ വരച്ച കുറച്ച് പിക്ചേഴ്സൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കഴിച്ച് വരയ്ക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാറുണ്ട്. നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ 2026 ഞാൻ 4 ജേർണൽ ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബുക്ക് എനിക്കിപ്പോൾ ആവശ്യമായിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി 3 ബുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരു ബുക്കിനെ ഞാൻ ഡ്രോയിങ് ബുക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ബാക്കി 2 ഒരു പണിയില്ലാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. വരച്ചു എന്ന് പറയുന്നില്ല, കാരണം ഞാൻ അന്നൊരു ദിവസം വരച്ച് ബാക്കി വെച്ചതിനെ കുറച്ചൊന്ന് കളർ അടിച്ചെടുത്തു. പ്രത്യേകിച്ച് ഇന്ന് മൂഡില്ല കൈസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ജേർണലിങ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ ഒരു ജേർണലിങ് ഇൻസ്പോ ഒന്നും ഇല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വിൻ്ററൊക്കെ കഴിഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സ്റ്റിക്കേഴ്സ് കവായി സ്റ്റിക്കേഴ്സെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ച ഞാൻ ഉണ്ടാക്കിയ സർപ്രൈസ് ഉണ്ടല്ലോ അത് ചെയ്യാമെന്ന്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പുറത്തെ ആ ഒരു പേജിൽ ഓറഞ്ച് അതും ഞാൻ ഉണ്ടാക്കിയ സർപ്രൈസ് വെച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത് വെറുതെ ഒട്ടിച്ച് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കവായി സ്റ്റിക്കർ വെച്ചിട്ടാണ് ചെയ്തത്. മേലെ തന്നെ ഞാൻ ഫസ്റ്റ് ബോർഡേഴ്സ് എല്ലാം ഒന്ന് ബ്ലൂ കളർ ക്രയോൺസ് വെച്ചൊന്ന് കളർ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഹാപ്പി വിൻ്ററിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് ആലോചനയിലായിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യുക, എങ്ങനെ ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ആദ്യം ഈ ബുക്ക് എടുത്ത് ഈ ഒരു ജേർണലിൻ്റെ പ്ലാനൊക്കെ വന്ന ടൈമിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാന് ഫുള്ള് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് സെൻറ്ററിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോട്ട് എഴുതി കൊടുക്കുക, അതായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ സെൻറ്ററിലൊരു ക്ലൗഡ് കട്ട് ചെയ്ത് അതിലുള്ളിലൊരു പിക്ചർ വരച്ച് സൈഡ്സൊക്കെ ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട്, സൈഡ്സ് മാത്രം കേട്ടോ ഗൈസ് ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ താഴേക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു കോട്ട എഴുതി കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേജ് പറഞ്ഞത് വല്ലതും മനസ്സിലാവും ഗൈസ്, നിങ്ങൾ നോക്കി ചെയ്താൽ മതി. സ്റ്റിക്കേഴ്സ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയിട്ടല്ല ഒന്ന് വരച്ച് കളർ അടിച്ചെടുത്താൽ മതി. അതാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. ഈ കവായി സ്റ്റിക്കർ എപ്പോൾ എടുത്താലും ഇത് ഞാനിങ്ങനെ ബെഡിലായിട്ട് ഫുള്ളിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒരുമാതിരിയാക്കി ഇട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിലുള്ളതൊക്കെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, അത് ഞാൻ പിന്നീട് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നാലും ഇല്ലെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് മമ്മേനോട് വൈകിട്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച് തരണമെന്ന്. അങ്ങനെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മ അവിടെ സൈഡിൽ തന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അതിൻ്റെ സൈഡ് ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കേസ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ കണ്ടോ ഇപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചായപ്പൊടി തേയില ഇട്ട് വയ്ക്കുന്ന സംഭവമാണ് കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് അമ്മേനെ കൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിച്ചായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഉപ്പിൻ്റെ ഒരു ഭരണി ഉണ്ടല്ലോ അതും ഓർഡർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 വീതം കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ പറ്റിച്ചു ഗൈസ്, 1 തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇത്തെ വിളിച്ച് ഈ ഒരു ഉപ്പും മുളകൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ ഒരെണ്ണം ഉള്ളിക്കറ്റി, അതിനുശേഷം പിന്നെ ബാക്കിയൊക്കെ സോസൊക്കെ ഇട്ട് ഒന്ന് അടിപൊളിയാക്കി എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ തംബ്നെയിലിൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ആ ഒരു പ്ലേറ്റിലൊക്കെ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ നോർമൽ സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ കേട്ടോ തിന്നുന്നത്. അത് കഴിഞ്ഞിട്ട് വിശപ്പ് തീർന്നില്ല.
കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ച് കുറേ നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം പിന്നെ ആകെ കഴിച്ചത് ഒരു ലോട്ടി ചോക്കോ പൈ ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴാണ് തിന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അപ്പം അമ്മ ചോദിച്ചു അപ്പം വേണം, അങ്ങനെ അപ്പവും പിന്നെ മുട്ടയുടെ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ചു. പിന്നെ ചെറിയൊരു സ്കിൻ കെയർ എന്ന് പറയാനല്ല ഗൈസ്, സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിൻ എപ്പോഴും നൈറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡോട്ടാനിക്കിയുടെ ഫേസ് വാഷ് വെച്ചൊന്ന് കഴുകും. അതിനുശേഷം ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് എനിക്കൊന്ന് ഞാൻ ഒരു 3-4 ദിവസം എന്തോ ആണ്, 3-4 ദിവസം ആയിട്ടില്ലാന്ന് തോന്നുന്നു, ഒരു ജേണൽ ഐഡിയാസിൻ്റെ ലോങ് വീഡിയോ ഇട്ടത്. അതിനുശേഷം പെട്ടെന്ന് ഞാൻ വരും നിങ്ങളാരും പ്രതീക്ഷിച്ച് കാണില്ല, അല്ലെങ്കിൽ ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ലോങ് വീഡിയോ ആണെന്ന്. പിന്നെ ഗൈസ് ഇത്രയും ലോങ് വീഡിയോസ് ഒക്കെ ഇടാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ മമ്മയുടെ ഈ ഒരു ഫോണിൽ എപ്പോഴാണ് സ്റ്റോറേജ് ഫുള്ളായി ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ ആവുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറ്റുന്ന അത്രയും വീഡിയോസ് ഇടാം, അതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ റൂം ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ എൻ്റെ പഴയ ഈ ഒരു ഡോളിനെ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.